കേരള ക്രിക്കറ്റ് ലീഗ് താരലേലത്തിൽ മലയാളികളുടെ സ്വന്തം സഞ്ജു സാംസനെ ഏത് ടീം സ്വന്തമാക്കുമെന്നറിയാനുള്ള കാത്തിരിപ്പ് അവസാനിച്ചിട്ടുണ്ട്. KCLന്റെ ചരിത്രത്തിൽ റെക്കോർഡ് തുകയ്ക്ക് സഞ്ജുവിനെ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് സ്വന്തമാക്കിയിരിക്കുകയാണ്. 3 ലക്ഷം രൂപയായിരുന്നു സഞ്ജുവിൻ്റെ അടിസ്ഥാന വില. 26.8 ലക്ഷം രൂപക്കാണ് ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്ററായ സഞ്ജുവിനെ കൊച്ചി ടീം സ്വന്തമാക്കിയത്. ശനിയാഴ്ച രാവിലെ ആരംഭിച്ച KCL താരലേലത്തിലെ പ്രധാന ആകർഷണം സഞ്ജു സാംസൺ തന്നെയായിരുന്നു. കഴിഞ്ഞ സീസൺ KCLൽ സഞ്ജു കളിച്ചിരുന്നില്ല. ഇത്തവണ ലേലത്തിനായി സഞ്ജു രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന വാർത്ത മലയാളി ആരാധകർ ആവേശത്തോടെയാണ് സ്വീകരിച്ചത്. സഞ്ജു എത്തുന്നതോടെ കേരള ക്രിക്കറ്റ് ലീഗിന് കൂടുതൽ ആരാധകരെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. സഞ്ജുവിൻ്റെ ആരാധകരെല്ലാം കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ടീമിനൊപ്പം അണിനിരക്കുമെന്നും ഉറപ്പായി. താരലേലത്തിൽ തൃശൂർ ടൈറ്റൻസും ട്രിവാൻഡ്രം റോയൽസും സഞ്ജുവിനായി രംഗത്തുണ്ടായിരുന്നു. കൊച്ചിയും തൃശൂരും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടമാണ് സഞ്ജുവിന് വേണ്ടി നടന്നത്. ഒടുവിൽ കൊച്ചി താരത്തെ സ്വന്തമാക്കി. ഏരീസ് കൊല്ലം സെയിലേഴ്സ്, കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ്, ആലപ്പി റിപ്പിൾസ് എന്നിവയാണ് KCLലെ മറ്റ് ടീമുകൾ. IPL മാതൃകയിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷനാണ് KCL സംഘടിപ്പിക്കുന്നത്. ഓഗസ്റ്റ് 21-ന് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് ലീഗ് മത്സരം ആരംഭിക്കുന്നത്. ABC വിഭാഗങ്ങളിലായി 170 താരങ്ങളെയാണ് ലേലത്തിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. 15 താരങ്ങളെ വിവിധ ഫ്രാഞ്ചൈസികൾ നിലനിർത്തുകയും ചെയ്തു. 42-കാരനായ KJ രാഗേഷ് മുതൽ 16-കാരനായ ജെയ്വിൻ ജാക്സൺ വരെ ലേലപ്പട്ടികയിൽ ഉണ്ട് എന്നതാണ് ഇത്തവണത്തെ വലിയ പ്രത്യേകത. നിലവിൽ KCL താരലേലത്തിൽ ഏറ്റവും കൂടുതൽ തുകയ്ക്ക് ഒരു ടീം സ്വന്തമാക്കുന്ന താരമാണ് സഞ്ജു സാംസൺ. ഓരോ ടീമിനും പരമാവധി 50 ലക്ഷം രൂപയാണ് താരങ്ങൾക്കായി മുടക്കാനാവുക. 16 മുതൽ 20 വരെ താരങ്ങളെ ഓരോ ടീമിനും സ്വന്തമാക്കാനാകും. സഞ്ജുവിനെ പോലെ വെടിക്കെട്ട് വിക്കറ്റ് കീപ്പർ ബാറ്ററായ വിഷ്ണു വിനോദിനും വമ്പൻ ഡിമാൻഡാണ് ലേലത്തിൽ ലഭിച്ചത്. 3 ലക്ഷം രൂപ അടിസ്ഥാന വിലയുണ്ടായിരുന്ന താരത്തെ 12.8 ലക്ഷം രൂപയ്ക്ക് ഏരീസ് കൊല്ലം സെയിലേഴ്സാണ് സ്വന്തമാക്കിയത്. കേരള ക്രിക്കറ്റ് ലീഗിൽ നിലവിലെ ചാമ്പ്യന്മാരാണ് കൊല്ലം. കഴിഞ്ഞ സീസണിൽ തൃശൂർ ടൈറ്റൻസിൻ്റെ താരമായിരുന്നു വിഷ്ണു വിനോദ്. ഇക്കുറി ലേലത്തിന് മുമ്പ് താരത്തെ അവർ ടീമിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ അടക്കം കളിച്ചിട്ടുള്ള വിഷ്ണു വിനോദിൻ്റെ പരിചയ സമ്പത്ത് അടുത്ത സീസണിൽ കൊല്ലത്തിന് വലിയ ഗുണം ചെയ്യുമെന്ന കാര്യം ഉറപ്പാണ്. T20 ക്രിക്കറ്റിൽ 67 കളികളിൽ നിന്ന് 142.23 സ്ട്രൈക്ക് റേറ്റിൽ 1620 റൺസാണ് താരത്തിൻ്റെ സമ്പാദ്യം. ഇന്ത്യൻ ആഭ്യന്തര ക്രിക്കറ്റിലെ ഇതിഹാസ താരങ്ങളിൽ ഒരാളായ ജലജ് സക്സേനയ്ക്കും ലേലത്തിൽ മികച്ച തുക ലഭിച്ചു. 3 ലക്ഷം രൂപ അടിസ്ഥാന വിലയുണ്ടായിരുന്ന സക്സേനയെ 12.4 ലക്ഷം രൂപയ്ക്ക് ആലപ്പി റിപ്പിൾസാണ് സ്വന്തമാക്കിയത്. ജലജ് സക്സേനയുടെ ആദ്യ KCL സീസണാണ് ഇത്തവണത്തേത്. മുഹമ്മദ് അസറുദ്ദീൻ നയിക്കുന്ന ടീമാണ് ആലപ്പി റിപ്പിൾസ്. വിഘ്നേഷ് പുത്തൂരും ഈ ടീമിലുണ്ട്. സക്സേന കൂടി എത്തിയതോടെ ലീഗിലെ ഏറ്റവും മികച്ച സ്പിൻ സംഘമായി ആലപ്പി ടീം മാറി. T20 ക്രിക്കറ്റിൽ 73 മത്സരങ്ങളുടെ പരിചയ സമ്പത്ത് ജലജ് സക്സേനക്കുണ്ട്. ഇത്രയും മത്സരങ്ങളിൽ നിന്ന് 77 വിക്കറ്റുകളാണ് താരത്തിൻ്റെ സമ്പാദ്യം. 6.64 എന്ന കിടിലൻ ഇക്കണോമിയാണ് T20യിൽ സക്സേനയുടേത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. കേരള ക്രിക്കറ്റിലെ സ്റ്റാർ ഫാസ്റ്റ് ബോളർമാരിൽ ഒരാളായ ബേസിൽ തമ്പിക്കും താരലേലത്തിൽ മികച്ച ഡിമാൻഡ് ലഭിച്ചു. 8.4 ലക്ഷം രൂപയ്ക്ക് ട്രിവാൻഡ്രം റോയൽസ് ടീമാണ് ബേസിലിനെ റാഞ്ചിയത്. കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ ആദ്യ സീസണിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിൻ്റെ താരമായിരുന്നു അദ്ദേഹം. IPLൽ 25 മത്സരങ്ങളിൽ നിന്ന് 22 വിക്കറ്റുകൾ നേടിയിട്ടുള്ള താരമാണ് ബേസിൽ തമ്പി. T20യിൽ ഇതുവരെ 88 മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ഈ 31-കാരൻ 90 വിക്കറ്റുകളും നേടിയിട്ടുണ്ട്. സിജോമോൻ ജോസഫിനെ 5.2 ലക്ഷം രൂപയ്ക്ക് തൃശൂർ ടൈറ്റൻസ് സ്വന്തമാക്കി. അജ്നാസ് M 6.4 ലക്ഷം രൂപയ്ക്ക് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാറിലെത്തിയപ്പോൾ ആനന്ദിനെ 7.4 ലക്ഷം രൂപയ്ക്ക് തൃശൂർ ടൈറ്റൻസ് വാങ്ങി. ബേസിൽ NP 5.4 ലക്ഷത്തിന് ആലപ്പി റിപ്പിൾസിലും, അബ്ദുൽ ബാസിത്ത് 6.4 ലക്ഷത്തിന് ട്രിവാൻഡ്രം റോയൽസിലും, വിനോദ് കുമാർ 6.2 ലക്ഷം രൂപയ്ക്ക് തൃശൂർ ടൈറ്റൻസിലും എത്തി. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.